ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബു എൻ പനക്കൽ. ഇന്ന് നമ്മൾ കേരള സിലബസ് സ്റ്റാൻഡേർഡ് 8 ഹിന്ദി ന്യൂ സിലബസ് കുൽത്തെ നസാരയിലുള്ള ജബ് ഹം ധീരെ ചൽത്തെ ഹെ എന്ന യാത്രാ വിവരണം എലൻ ഷായുടെ അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് അപ്ലോഡ് ചെയ്യാനായിട്ട്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പാർട്ട്, ആ ചാപ്റ്റർ വളരെ ലെങ്തി ആയതുകൊണ്ട് നമ്മളത് 2 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ജബ് ഹം ധീരെ ചൽത്തെ ഹെ പാർട്ട് 1, ജബ് ഹം ധീരെ ചൽത്തെ ഹെ പാർട്ട് 2. അതിലെ പാർട്ട് 2 ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ പാർട്ട് 2 പേജ് നമ്പർ 46 അതിലെ രണ്ടാമത്തെ പാരഗ്രാഫ് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ക്ലാസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത, നമ്മുടെ ക്ലാസ് നിങ്ങൾ ക്ലാസ് റൂമിലിരുന്ന് പഠിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വെക്കണം. കയ്യിൽ ഇതുപോലെ ഒരു പെൻസിലോ പേനയോ കരുതണം. അറിയാൻ വയ്യാത്ത വേർഡിൻ്റെ മീനിങ് പറയുമ്പോൾ അണ്ടർലൈൻ ചെയ്തിട്ട് മുകളിൽ എഴുതിയെടുക്കണം. നമ്മുടെ ക്ലാസ് വേർഡ് ബൈ വേർഡ്, സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് മലയാളം എക്സ്പ്ലനേഷനോട് കൂടിയതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിക്കും, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എത്രയ്ക്ക് ഹിന്ദി ബുദ്ധിമുട്ടുള്ളവർക്കും ഈ ക്ലാസ്, ഈ വീഡിയോ കേട്ട് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഹിന്ദി പഠിക്കാൻ സാധിക്കും എന്ന് എനിക്ക് ഉറപ്പ് തരാൻ സാധിക്കും. നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കുകയാണ്. പേജ് നമ്പർ 46, രണ്ടാമത്തെ പാരഗ്രാഫ്. യഹ് ഹെ മൈത്തേയോ, ആധ ഫ്രഞ്ച് ആധ ഇറ്റാലിയൻ. ഇത് മൈത്തേയോ പകുതി ഫ്രഞ്ചുകാരനും പകുതി ഇറ്റാലിയനുമാണ്. മൈത്തേയോ സ്ലൊവേനിയ और इटली के बॉर्डर पर रहता है. ഇറ്റലിയുടെ ബോർഡറിൽ താമസിക്കുന്നയാളാണ്. ഹമാരി മണ്ഡലി ക സബ്സെ ഛോട്ട സദസ്യ. ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഏറ്റവും, മണ്ഡലി എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് എന്നർത്ഥം, ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഏറ്റവും ചെറിയ ഗ്രൂപ്പ്. ഹമുസെ ബച്ച ബച്ച ബുലാത്തെ ഥേ. ഞങ്ങൾ വിളിച്ചിരുന്നത് കുട്ടി കുട്ടി എന്നാണ് വിളിച്ചിരുന്നത്. पर जब वो संगीत बजाता तो जैसे समाम बंध जाता था. समाम बंध जाता था എന്ന് പറഞ്ഞാൽ അതിശയപ്പെട്ടു പോയിരുന്നു. കാരണം ഞങ്ങൾ കുട്ടികളെ കുട്ടികളെ എന്നാണ് അവരെ വിളിച്ചിരുന്നത്. പക്ഷേ സംഗീത് ബജാത്താത്തോ, അവര് സംഗീതം അവതരിപ്പിച്ചപ്പോൾ ജൈസെ സമാം ബന്ധ് ജാത്താഥ, എല്ലാവരും അമ്പരന്നു പോയി. അക്കാഡിയൻ पर उसकी बजाई खूबसूरत धुनें हवाओं को धड़का देती थी. അക്കാഡിയൻ ഒരു പ്രത്യേക വാദ്യ ഉപകരണമാണ്. ആ അക്കാഡിയനിൽ അവര് സംഗീതം അവതരിപ്പിച്ചപ്പോൾ ഉസ്കി ബജായി ഖൂബ്സൂരത്ത്, അവരുടെ വായന വളരെ മനോഹരമായിരുന്നു. ഖൂബ്സൂരത്ത് ധുനേം, വളരെ മനോഹരമായ രാഗത്തോടു കൂടിയായിരുന്നു. ഹവാവും കോ ധിർക്കാതെത്തി, അത് വായുവിനെ പോലും അംഗചലനങ്ങളോടുകൂടി നൃത്തം ചെയ്യിക്കുന്നതായിരുന്നു. ഹവാവും കോ ധിർക്കാദേന എന്ന് പറഞ്ഞാൽ അർത്ഥം വായുവിനെ പോലും അംഗചലനത്തോടുകൂടി നൃത്തം ചെയ്യിപ്പിക്കുന്നതായിരുന്നു എന്നർത്ഥം. ദിൻമേം ഹം ജഹാം സെ ഭി ഗുസർത്തെ ലോഗ് ഹമേം ഷോ കാ ന്യോദ ദേത്തെ थे. പകൽ സമയത്ത് ഞങ്ങൾ എതിലെകൂടെയാണോ പാസ് ചെയ്യുന്നത്, അപ്പോൾ അവിടുത്തെ ആളുകൾ ഷോ നടത്താൻ ഞങ്ങളെ ക്ഷണിച്ചിരുന്നു. ഏക് മഹിളാനെ അപ്പനി ബാൽക്കണി പർ ആക്കർ കഹാക്കി. ആ സമയത്ത് ഒരു സ്ത്രീ അവരുടെ ബാൽക്കണിയിൽ നിന്നിട്ട് പറഞ്ഞു, വേ ചൽ നഹി സക്തി, അവർക്ക് വരാൻ കഴിയില്ല എന്ന്. ഇസ്ലിയെ നഹീം ആ പായെങ്കി, അഥവാ അവർക്ക് നടക്കാൻ കഴിയില്ല, അതുകൊണ്ട് അവർക്ക് പ്രോഗ്രാം കാണാൻ വരാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഏ സുൻകർ മൈത്തേനോ വഹീം ഖടേ ഹോക്കർ ഉൻകേലേ പെർഫോം കിയ. ഇത് കേട്ടപ്പോൾ മൈത്തേയോ അവിടെ വെച്ച് തന്നെ, അവിടെ നിന്ന് അവർക്ക് കാണത്തക്ക രീതിയിൽ നിന്നുകൊണ്ട് ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചു. മെയിം
जैतून के एक पेड़ के नीचे बड़े कैनवास पर चित्र बना रहा था. ഞാൻ ജൈത്തൂൻ കെ പേട് എന്ന് പറഞ്ഞാൽ ഒലീവ് മരം. ഒലീവ് മരത്തിന്റെ താഴെ ഇരുന്നിട്ട് ഒരു വലിയ ക്യാൻവാസിൽ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റേജ് ബി വഹാം ത, സ്റ്റേജും അവിടെ അടുത്ത് തന്നെയായിരുന്നു പ്രോഗ്രാം നടക്കുന്നത്. ജഹാം പെർഫോമൻസ് ഹോരക്കത്, അവിടെ പെർഫോമൻസ് നടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. अपने पसंदीदा पेड़ के नीचे बैठ मैं बड़ा खुश था. എനിക്കിഷ്ടപ്പെട്ട ഒരു മരത്തിന്റെ താഴെ ഞാൻ അങ്ങനെ സന്തോഷമായിട്ട് ഇരുന്നു. മുझे जैतून की पत्तियां बहुत सुंदर लगती थी. ഒലിവ് മരത്തിന്റെ ഇലകൾ എനിക്ക് വളരെ മനോഹരമായിട്ട് എനിക്ക് കാണപ്പെട്ടു. मैंने उस शहर के चर्चों को उलटा बनाया. ഞാൻ ആ പട്ടണത്തിലെ പള്ളികളെ തലകീഴായി വരച്ചു. अपने पेन की तरह, എൻ്റെ പേന പോലെ. मैं एक बना ही रहा था कि കാഥറീന ഗാത്തെ ഗാത്തെ രോനെ ലഗി. ഞാൻ ഈ പടം വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാട്ടു പാടിക്കൊണ്ട് തന്നെ കാഥറീന കരയാൻ തുടങ്ങി. ഉസി സമയ ജൈത്തൂൻ കെ കുച്ച് പത്തെ മേരി സ്കെച്ച് പർ ഗിരെ. ആ സമയം തന്നെ ആ ഒലിവ് മരത്തിന്റെ കുറച്ച് ഇലകൾ എൻ്റെ സ്കെച്ച് ബുക്കിലേക്ക് വീണു. മുझे वो आंसू की तरह लगे. എനിക്ക് അത് കണ്ണുനീർത്തുള്ളികളായിട്ടാണ് അനുഭവപ്പെട്ടത്. हमारा पिछला परफॉर्मेंस अच्छा नहीं हुआ था. അടുത്ത പെർഫോമൻസ്, ഞങ്ങളുടെ അടുത്ത പെർഫോമൻസ് അത്ര ഭംഗിയായിരുന്നില്ല. ഹം സബ് തനാവ് में थे. ഞങ്ങൾ എല്ലാവരും ഒരു ശൂന്യതയിലായിരുന്നു, ഏകാന്തതയിലായിരുന്നു. पर आज जैसे ही कुर्दिस्तान के अस्ती और ईरान के मेहंदी ने साज बजाते हुए गाना शुरू किया तो सब मजे से उनके पास आस पास नाचने लगे. ഇന്ന് കുർദിസ്ഥാനിലെ അസ്ഥിയും ഇറാനിലെ മെഹന്തിയും വാദ്യങ്ങൾ വായിച്ചുകൊണ്ട് പാട്ടുപാടാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും വളരെ രസകരമായി അവരുടെ ആസ്പാസ്, സമീപത്ത് നൃത്തം ചെയ്യാൻ തുടങ്ങി. അചാനക് ലഗ ജൈസെ ഹം കിസി ധാഗെ സെ ബന്ധേ ഹുയേ ഹെ. പെട്ടെന്ന് ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ ഏതോ ഒരു ചരടിനാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ലഗ ജൈസെ ഹം ജൈത്തൂൻ കി പത്തിയോം സെ സർസറ രഹേ ഹെ. അതായത് ഒലിവ് മരത്തിന്റെ ഇലകളുടെ സർ 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 എന്നുള്ള ശബ്ദം ഉണ്ടാക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. हमारा आखिरी परफॉर्मेंस कोडवाडो नाम के एक कम्यून के एक किले में हुआ. ഞങ്ങളുടെ അവസാനത്തെ പെർഫോമൻസ് കോഡോവാഡോ എന്ന ഒരു കമ്മ്യൂണിന്റെ കോട്ടയിലായിരുന്നു. വഹാം ജാക്കർ മുझे പതാ ചലാക്കി. അവിടെ എത്തിയപ്പോഴെനിക്ക് മനസ്സിലായി ഫിവാക്കോ കെ അസലി മാലിക് കാ നാം എൽഫി ഥ. ഫിവാക്കോയുടെ യഥാർത്ഥ ഉടമയുടെ പേര് എൽഫി എന്ന് ആയിരുന്നു. ഉൻകെ ബാദ് അബ് ഉൻകാ ബേട്ട എലിയ ഉസ്കാ ഖ്യാൽ രഖ്താ ഥ. അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ പുത്രനായ എലിയയാണ് അവനെ സംരക്ഷിച്ചിരുന്നത്. എലിയ സമേത് സഭി ലോഗ് ബഗീച്ചെ മേ ചലേ ഗയേ. എലിയയോടൊപ്പം എല്ലാവരും പൂന്തോട്ടത്തിലേക്ക് പോയി. വഹാ ബീച്ച് മേ ഏക് പേട് ഥാ. അവിടെ അതിനിടയിൽ ഒരു വൃക്ഷമുണ്ടായിരുന്നു. മുझे ഇറ്റാലിയൻ ധോടി ബഹുത്ത് ആത്തി ഥി. എനിക്ക് ഇറ്റാലിയൻ ഭാഷ വളരെ കുറച്ചേ അറിയാമായിരുന്നുള്ളൂ. വഹാം ലോഗ് കുച്ച് ഗംഭീർ ബാത്ത് കർത്തെ ദിഖ് രഹേ ഥേ. അവിടെ ആളുകൾ എന്തോ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നതായിട്ട് തോന്നി. മുझे കുച്ച് സമച്ച് നഹി ആ രഹാ ഥാ. എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഉസ് വക്ത് കിസി സേ പൂച്ചാ ഠീക് ഭി നഹി ലഗ. ആ സമയത്ത് ആരോടെങ്കിലും ചോദിക്കുന്നതും ശരിയല്ല എന്ന് ഞാൻ വിചാരിച്ചു. സോമൈ ചുപ്ചാപ്പ് ഖടാ രഹ. അതുകൊണ്ട് ഞാൻ മിണ്ടാതെ നിന്നു. ചുപ് ചാപ്പ് എന്ന് പറഞ്ഞാൽ മിണ്ടാതെ. പഹലെ തോ
उस पेड़ का चित्र बनाने का मेरा मन नहीं था. ആദ്യമേ ആ വൃക്ഷത്തിന്റെ പടം വരയ്ക്കാൻ ഞാൻ താല്പര്യം കാണിച്ചില്ല. മേരാ മൻ നഹീം ഥ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഒരു താല്പര്യം തോന്നിയില്ല. ജെ വോ കുച്ച് ഖാസ് നഹീം ലഗാ ഥ, എനിക്ക് അല്പം പോലും താല്പര്യം ഉണ്ടായില്ല. ഖാസ് എന്ന് പറഞ്ഞാൽ വിശേഷിച്ച് ഒരു താല്പര്യവും തോന്നിയില്ല. बाद में पता चला कि वह पेड़ उस जगह के मालिक ने एल्फी की याद में लगाया था. പിന്നീട് മനസ്സിലായത് ആ വൃക്ഷം ആ പ്രദേശത്തെ യജമാനനായ എൽഫിയുടെ ഓർമ്മയ്ക്കായിട്ട് വച്ചതാണ് എന്ന്. എൽഫിക്കു ഫിവാക്കോ ബുരി ഹാലത്തുമേ മിലാഥ, എൽഫിക്ക് ഫിവാക്കോയെ വളരെ ആരോഗ്യമില്ലാത്ത ഒരവസ്ഥയിൽ, അപകടാവസ്ഥയിൽ ലഭിച്ചതായിരുന്നു. എൽഫീനെ ഉസ്കി ബഡി തീമാർദാരിക്ക് ഉസെ തന്ദുരുസ്ത് കിയ, എൽഫി ആവട്ടെ നന്നായി പരിപാലിച്ച് അവന് ആരോഗ്യം വീണ്ടെടുത്തു. അബ് ഫിവാക്കോ 14 സാൽ കാ ഹൈ, ഇപ്പോൾ ഫിവാക്കോ 14 വയസ്സ് തികഞ്ഞിരിക്കുന്നു. മേം ഉസ് പേട് കാ ചിത്ര ബനാനെ ലഗ, ഞാൻ ആ മരത്തിന്റെ ആ വൃക്ഷത്തിന്റെ ചിത്രം വരച്ചു. തബി ഫിവാക്കോ ഘൂംതാ ഹുവ ഉസ് പേട് കെ സാമനെ ആ ഗയ, അപ്പോൾ ഫിവാക്കോ കറങ്ങി ആ വൃക്ഷത്തിന്റെ സമീപത്തും വന്നു. പിന്നെ ഉസേ ചിത്രമേ ഷാമിൽ കർ ദിയ, ഞാൻ അവനെയും ആ ചിത്രത്തിൽ ഉൾക്കൊള്ളിച്ചു. പത്തിയാം ബനാനെ ലഗാത്തോ ഹൽക്കി ഹൽക്കി ബാരിഷ് ഹോനെ ലഗി, ഞാൻ ആ ചിത്രം വരച്ച് അതിന്റെ ഇലകൾ ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങിയപ്പോൾ നേരിയ ചാറ്റൽ മഴ വീഴാൻ തുടങ്ങി. മേനെ സ്കെച്ച് ബുക്ക് കോ ഖുലാ ചോട് ദിയ, ഞാൻ പെട്ടെന്ന് സ്കെച്ച് ബുക്ക് അടച്ചു. പത്തേ നഹീം ബനായെ, അങ്ങനെ പക്ഷേ ഞാൻ ഇല വരച്ചില്ല. ബാരിഷിനെ ജോ പത്തേ ബനായെ, മഴ വരച്ച ഇലകളാണ് ഈ ചിത്രത്തിൽ, നമുക്ക് ഈ വലതുവശത്തെ ചിത്രത്തിൽ കാണാം. അവിടെ ഇലകൾ പോലെ തോന്നുന്നത് ആ ചാറ്റൽ മഴ വരച്ച ഇലകളാണ്. ഓ ഏകദം ജാദുയി പൽഥ, അത് തികച്ചും ഒരു മാന്ത്രിക നിമിഷം ആയിരുന്നു. മേനെ ഐസാ ചിത്ര പഹലെ കഭി നഹീ ബനായ ഥ, ഞാൻ ഇതുവരെ അതേപോലുള്ള ഒരു ചിത്രം വരച്ചിട്ടില്ല. ഇസ് ചിത്രക്കു ഹമാരി പൂരി യാത്രാ കി ഇംതിഹാ കി തരഹ് മാനിയെ, ഈ ചിത്രത്തെ ശരിക്കും ഞങ്ങളുടെ യാത്രയുടെ അവസാനം ആയിട്ട് കണക്കാക്കാം. ഇംതേഹ എന്ന് പറഞ്ഞാൽ സമാപനം എന്നാണ്. യാത്രയുടെ സമാപനമായിട്ട് ഈ ചിത്രത്തെ കണക്കാക്കാം. ഉസ് ശാം കാ പെർഫോമൻസ് ജബർദസ്ത് ഥ, അന്ന് വൈകുന്നേരത്തെ പ്രകടനം വളരെ ഗംഭീരമായിരുന്നു. സബ് ഖുശ് ഥേ, എല്ലാവരും സന്തുഷ്ടരായിരുന്നു. ഹംനെ ജാനാ കി സബ് മിൽക്കർ അഗർ വോ കരേ ജിസ്മേം ഉൻകാ ദിൽ ധടക്താ ഹേ, ഞങ്ങൾ മനസ്സിലാക്കി ഈ യാത്ര ഞങ്ങൾക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളെ നൽകി. ഉൻകാ ദിൽ ധടക്താ ഹേ और उससे लोगों को साझा करते चलें तो दुनिया कितनी खूबसूरत हो जाती. സാക്ഷാ കർത്തെ എന്ന് പറഞ്ഞാൽ പങ്കിടുക. അപ്പൊ എല്ലാവരും ഒരുമിച്ച് അവരുടെ ഹൃദയം വെമ്പൽ കൊള്ളുന്ന കാര്യങ്ങൾ ചെയ്യുകയും അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയും ചെയ്താൽ ലോകം എത്ര മനോഹരമാകുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. കിത്തനി ഖൂബസൂരത്ത് ഹോ ജാത്തി, എത്ര മനോഹരമാകുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഇസ് യാത്രാ സേ മുജ്മേ കൈ ബദലാവ് ആയേ ഹേ, ഈ യാത്രയിൽ എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായി. മേരാ യക്കീൻ ബഢാ ഹേ കി, എൻ്റെ വിശ്വാസം വർദ്ധിച്ചു. ജോ ചീസ് മുझे പസന്ദ് ഹേ മുझे വഹീം കർത്തേ രഹനാ ചാഹിയേ, എനിക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് തന്നെ തുടരണമെന്ന എൻ്റെ വിശ്വാസം കൂടുതൽ ഊട്ടി ഉറപ്പിക്കുവാനായിട്ട് ഞാൻ തീരുമാനിച്ചു. മേരാ യക്കീൻ ബഢാ ഹേ, എൻ്റെ വിശ്വാസം വർദ്ധിച്ചു. ജോ ചീസ് മുझे പസന്ദ് ഹേ, എന്താണോ എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളത് മുझे വഹി കർത്തേ രഹനാ ചാഹിയേ,
അത് തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് എന്നെ ഈ ഒരു യാത്ര പഠിപ്പിച്ചു. ജബ് ഹം ധീരെ ചൽത്തെ ഹേ എന്ന ആ പാഠത്തിന്റെ, ആ യാത്രാ വിവരണത്തിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്തത്. ആ പാഠം ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് ആയിട്ട് നമ്മൾ മുഴുവനുമായിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയ വീഡിയോയുമായിട്ട്, അടുത്ത ചാപ്റ്ററിൻ്റെ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.